പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത് കടകംപള്ളിക്ക് വേണ്ടി. തന്ത്രിയെ കുരുക്കാൻ മൊഴി നൽകാൻ CPMന്റെ നിർദ്ദേശമുണ്ടെന്ന സൂചന. കേസിന്റെ തുടക്കത്തിൽ തന്ത്രിയെ പഴിചാരി പത്മകുമാർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇത് CPM മുൻകൂട്ടി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവിടെയും ഹിന്ദുക്കളെ താറടിക്കാനുള്ള നിഗൂഢ ശ്രമങ്ങൾ നടന്നതായി വിലയിരുത്തൽ. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയ വിവരങ്ങൾ ഇങ്ങനെയാണ്. ശബരിമലയിൽ നിന്നും സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിയത് തന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് എന്ന പത്മകുമാറിന്റെ മൊഴി CPMന്റെ നിർദ്ദേശപ്രകാരം. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയെ എതിർത്ത് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഘട്ടത്തിലും തന്ത്രിയുടെ അഭിപ്രായം തേടിയതിന് തെളിവില്ല എന്നാണ്. മഹസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നുമില്ല. കട്ടിള പാളികൾക്ക് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടതിനും രേഖകളില്ല. പാളികൾ കൊണ്ടുപോകാനുള്ള അനുവാദം തന്ത്രിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല. കേസിന്റെ തുടക്കത്തിൽ തന്ത്രിയെ പഴിചാരി പത്മകുമാർ നടത്തിയ പ്രസ്താവനകൾ CPM മുൻകൂട്ടി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് വ്യക്തമാവുകയാണ്. തന്ത്രിയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് വരുത്തി തീർത്ത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ വീണ്ടും വ്രണപ്പെടുത്താനായിരുന്നു പാർട്ടിയുടെ ശ്രമം. ഒപ്പം കൊള്ളയിലെ പാർട്ടി പങ്ക് മറയ്ക്കാനും. 2019 മാർച്ചിൽ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തുവിടാൻ തീരുമാനമെടുക്കുന്നത്. ഇത് സംബന്ധിച്ച മിനിറ്റ്സ് ഉണ്ട്. ഇതിൽ 2 സ്ഥലത്താണ് പത്മകുമാർ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. പിച്ചളപ്പാളികൾ എന്നത് എഴുതി ചെമ്പുപാളികൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ പാളികൾ കൊടുത്തുവിടാൻ അനുവദിച്ചതായും എഴുതി ചേർത്തു. ഇതിലൂടെ പത്മകുമാർ നേരിട്ടാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയത് എന്നാണ് SIT ഹൈക്കോടതിയിൽ വ്യക്തമാക്കുന്നത്. മിനിറ്റ്സിൽ പത്മകുമാർ അധിക വാചകങ്ങൾ എഴുതി ചേർത്തു. ഇത് CPMന്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് എന്നാണ് കരുതൽ. പാളികൾ സ്വർണം പൂശുന്നതിന് സ്പോൺസർ ചെയ്യാൻ തന്നെ അനുവദിക്കണം എന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കത്ത് നൽകിയിരുന്നതായുള്ള പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതിന്റെ സൂചനയാണ്. സമാനതകളില്ലാത്ത കൊള്ളയിലെ മുഖ്യപ്രതിയായിട്ടും പത്മകുമാറിന്റെ പാർട്ടിയിൽ നിന്നോ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ പുറത്താക്കിയിട്ടില്ല. ഇത് കൊള്ളയിൽ CPM ഉന്നതരുടെ കൂടുതൽ പങ്ക് പുറത്തുവരും എന്ന ഭയം മൂലമാണ് എന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സത്യങ്ങൾ പുറത്തു വന്നാൽ വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്നതിനാലാണ് പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ഏത് വിധേനയും സംരക്ഷിക്കാൻ ഇത് ആവശ്യമാണ് എന്ന പൊതുസമൂഹത്തിലെ അഭിപ്രായങ്ങളും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച നിർണായക രേഖകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചു എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്ന ശേഷമാണിത്. സ്ഥാനമൊഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നിരിക്കാൻ സാധ്യതയെന്നും വിശകലനമുണ്ട്. അതിനു പിന്നിലും ഇടത് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ടാകുമെന്ന് സൂചന. 1998 ക്ഷേത്ര ശ്രീകോവിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതു മുതൽ 2019 നടന്ന സ്വർണ്ണക്കൊള്ളയും 2025 വീണ്ടും ദ്വാരപാലക പാളികൾ ഇളക്കിയതുവരെയുള്ള സംഭവങ്ങൾ SITയുടെ അന്വേഷണ പരിധിയിൽ വരും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതുവരെ 181 പേരെയാണ് ചോദ്യം ചെയ്തത്. ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുമുണ്ട് എന്നും അറിയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.